എന്ത് ചെയ്യൂടാ ഇനി? ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്ന നീ പറയുന്നത്? അവര് തിരിച്ചു വരുമ്പോഴേ നീ ഒരു കൺഗ്രാജുലേഷൻ പറ. എടാ പോടാ, അങ്ങനെയൊന്നും അല്ലടാ. പോടാ. ഞാനിപ്പോ അകത്തേക്ക് പോയിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ നിങ്ങൾ എങ്ങനെ വേറെ കല്യാണം കഴിക്കുന്നു ചോദിക്കാൻ പോവാ. ഡാ, പുള്ളി പോയി പ്രശ്നം ഉണ്ടാക്കുന്നതിന് ഇതങ്ങനെ കണ്ടവരുടെ ഓഫീസൊന്നും അല്ല, ഇതാ മാളവികയുടെ ഓഫീസാ. മാളവിക ഉള്ളിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഇവരുടെ പുറകെ കിടക്കുന്ന കാര്യം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പോയി അമ്മയുടെ അടുത്ത് പറയും. അമ്മ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ പറയുന്നതിനൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വെഡിങ് കാർഡിന് പകരേ എന്ത് കാർഡായിരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ. ഈ മാട്രിമോണിയൽ ഓഫീസ് വഴി തന്നെ നല്ല മുഹൂർത്തം ഞാൻ കുറിക്കും. വാ. ഡാ, മാളവിക നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാവും. നമുക്ക് ഇവിടെ നിൽക്കാനേ. നല്ല അടി കിട്ടൂട്ടാ. ഇടയ്ക്ക് അകത്ത് പോകണം, ഇടയ്ക്ക് പുറത്ത് നിന്നാ മതി. എന്താണ് നിന്റെ പ്രശ്നം? എന്റെ ദൈവമേ, എന്തൊക്കെയാ നടക്കുന്നത്? ഇതുപോലുള്ള സമയത്താണ് ടെൻഷൻ അടിക്കാതെ നമ്മൾ കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. നീ വാ, അകത്തേക്ക് വാ. അവിടെ പോയിട്ട് എന്താ നടക്കുന്നത് നോക്കാം. ശരി. എടാ, നീ പോയി വണ്ടി വെച്ചിട്ടോ. ചെല്ല്, ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ. അമ്മാ, അമ്മാ, ഈ ഗോവിന്ദനും ബാലാജി എവിടെ? അവരെ കാണാനില്ലല്ലോ. അവരൊക്കെ എപ്പോഴേ നമ്മുടെ കൈവിട്ട് പോയതാ മോളെ. ഇനി അവര് നമ്മള് പറഞ്ഞാലൊന്നും കേൾക്കില്ല. കുറച്ചു മുമ്പേ അവരിവിടെ ഉണ്ടായിരുന്നെന്നേ. ഇപ്പൊ ദാ കാണാനുമില്ല. രണ്ടുപേരെയും കെട്ടി ഇവിടെ ഇടുവാണെങ്കിലേ കാണാൻ പറ്റും, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ കെട്ടിയിടാനായിട്ടേ നായ്ക്കുട്ടിയല്ല, കന്നുകാലിയല്ല, പ്രായപൂർത്തിയായ പിള്ളേരാ. അവര് കെട്ടും പൊട്ടിച്ച് ചാടിപ്പോവും. അവരെ കെട്ടിയിടണമെങ്കിലേ ഈ കയറിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. അവരെ കല്യാണം കഴിപ്പിച്ചാൽ മതി. അങ്ങനെ ചെയ്യുവാണെങ്കിലേ ഈ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാവും. അവനെയൊന്ന് കല്യാണം കഴിപ്പിക്കാൻ തന്നെയല്ലേ ഞാനും ഈ ഓടി നടക്കുന്നേ. പലിശ തരാത്തവരുടെ കാശ് വാങ്ങാൻ നന്നായി അറിയാം. പക്ഷെ അവനെ കൊണ്ടൊന്ന് കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇവനെ കെട്ടിക്കാൻ ഞാൻ ഓടി നടക്കുമ്പോ ഇളയവൻ കല്യാണത്തിന് വേണ്ടി മുട്ടി നിൽക്കുക. അവനൊരു വലയിൽ ചെന്ന് വീണിട്ടുണ്ടാവും ഉപ്പ. ആ ബ്രോക്കർ മാളവികയില്ലേ, നമ്മുടെ ഗോവിന്ദന് കൊണ്ടുവന്ന പോലത്തെ നല്ലൊരു ആലോചന കൊണ്ടുവരുവാണെങ്കിൽ എല്ലാം അങ്ങ് സെറ്റായേനെ. ആ പെണ്ണ് ഇതുവരെ ഒരു 26-25 കേസുകളെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ അവൻ ചെയ്തതോ? അവന്റെ കയ്യിലിരിപ്പ് കാരണം എല്ലാത്തിനെയും അവൻ കുട്ടിച്ചോറാക്കിയിട്ടുണ്ട്. ഗോവിന്ദൻ എങ്ങനെ എന്റെ വഴിക്ക് കൊണ്ടുവരണം, എങ്ങനെ അവനെ നല്ലൊരു കല്യാണം കഴിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഗോവിന്ദന്റെ കല്യാണക്കാരി അവിടെ നിക്കട്ടെ പെങ്ങളെ. ഈ ഗോവിന്ദന്റെ കാര്യം ആലോചിച്ചോണ്ടിരുന്നിട്ടേ ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി. അതെന്താ ചേട്ടാ? ആ മാളവിക ഉണ്ടല്ലോ, അവളെ നമ്മുടെ ഗോവിന്ദന് നല്ല ആലോചന കൊണ്ടുവരാന്നും പറഞ്ഞേ എന്തൊക്കെയോ കൊണ്ടുവന്ന് കാണിക്കുകയും പറയുകയും ചെയ്തിട്ട് മുതലും കെട്ടാതെ പലിശയും കെട്ടാതെ പെങ്ങടെ മുമ്പിൽ കൂടെ നല്ല അന്തസ്സായിട്ട് ഞെളിഞ്ഞു നടക്കുന്നു. ഞാനൊരു കാര്യം പറയാം. നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? 1-2 മാസം പലിശ തരായിരുന്നാലേ നമ്മൾ ആരെയും വിടാറില്ല. എങ്ങനെയല്ലോ അത് മുതലാക്കും. ആ മാളവികയില്ലേ, അവളാണെങ്കിൽ പലിശ കെട്ടിയിട്ട് 5 മാസത്തോളമായി. കടം വാങ്ങിയിട്ട് ഇപ്പൊ 2 വർഷവും കഴിഞ്ഞു. നമ്മളോട് കടം വാങ്ങിയിട്ടാണ് ഈ മാട്രിമോണി ഓഫീസൊക്കെ തുടങ്ങുകയും ചെയ്തത്. അങ്ങനെ പണമൊക്കെ സമ്പാദിച്ചു കൂട്ടിയിട്ടേ നല്ല ഗമയിൽ അങ്ങ് നടക്കുക. പക്ഷെ നമ്മൾ ചോദിച്ചാലോ, പലിശയും കിട്ടില്ല, ഇതുവരെ മുതലും തന്നിട്ടില്ല. എന്റെ പ്രധാനപ്പെട്ട സംശയം എന്താന്ന് വെച്ചാ, ഗോവിന്ദന് കല്യാണം എങ്ങാനും ഉറച്ചു കഴിഞ്ഞാല് ഈ പലിശയും മുതലും എല്ലാം കെട്ടാൻ പറയുമെന്ന് വിചാരിച്ച് ഇവളുണ്ടല്ലോ ആരും അറിയാതെ വരുന്ന കല്യാണം എല്ലാം മുടക്കുവാന്നാ എനിക്ക് തോന്നുന്നു. ഇല്ല ചേട്ടാ, അവൾ അങ്ങനെ ചെയ്യുന്നൊരു ജാതിയൊന്നുമല്ല. പക്ഷെ ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം സത്യമാണ്. അവള് ഗോവിന്ദന്റെ കല്യാണാലോചനകളെ കുറിച്ച് സംസാരിച്ച് നമുക്ക് തരാനുള്ള കാശിനെ കുറിച്ച് സംസാരിക്കാൻ പോലും നമ്മൾ അനുവദിക്കാതെ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് സത്യം. എന്തൊക്കെ കാണിച്ചാലും കാശിന്റെ കാര്യം വരുമ്പോ എന്റെ സ്വഭാവം മാറും. അല്ല, ഇപ്പോ ആ മാളവിക നമുക്ക് എത്ര കാശ് തരാനുണ്ട്? മുതലും പലിശ എല്ലാം ചേർത്ത് 8 ലക്ഷം രൂപ. 8 ലക്ഷോ? അതല്ല ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നേ. നമ്മളെല്ലാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ആ പെണ്ണ് നല്ല ഗംഭീരമായിട്ട് പെങ്ങളെ അങ്ങ് പറ്റിച്ചു. ഇനി അവള് അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. 8 ലക്ഷം എന്താ നിസാരാണോ? എന്നെ കളിപ്പിക്കാന്ന് വിചാരിച്ചവള്. മുതൽ എത്രയുണ്ട് അതില്? മുതലാ 3 ലക്ഷം രൂപ. ഓ, അപ്പൊ പലിശ മാത്രം 5 ലക്ഷം രൂപയുണ്ടല്ലേ? ഇനി അവളെ വെറുതെ വിടണ്ട. അമ്മേ, ഇപ്പൊ അവളുടെ കയ്യിന്ന് മുഴുവൻ കാശ് ഒറ്റയടിക്ക് വലിക്കാനുള്ള ഒരു വഴി പറഞ്ഞു തന്നെ. 8 ലക്ഷം രൂപയൊന്നും പെട്ടെന്ന് അവളുടെ കയ്യിൽ എടുക്കാനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ പണം അവളുടെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ചെടുക്കുന്നതിനോടൊപ്പം ഗോവിന്ദനും നല്ലൊരു ആലോചന നോക്കാൻ എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട്. പെങ്ങളെ, അമ്മ ശകുനിയുടെ ബുദ്ധി വെച്ചേ എന്തോ ഐഡിയ പറയാൻ പോകുന്ന തോന്നുന്നേ. എന്തായാലും കേട്ടേക്കാം, അമ്മ പറ. എന്തായാലും പഴയ ബ്രെയിനാണ് ബ്രെയിൻ. എന്ത് ബുദ്ധിപരമായ ഐഡിയ അമ്മ പറഞ്ഞത്. ഇത് നിസ്സാരപ്പെട്ട ഐഡിയ ഒന്നുമല്ല, സൂപ്പർ ഐഡിയ. എന്റെ പെങ്ങളെ, ഇനി വൈകിക്കണ്ട, ഉടനെ മാളവികയുടെ ഓഫീസിലേക്ക് വാ. എന്നാ വാ, നമുക്ക് ഇറങ്ങാം. വാ അമ്മേ.
ഇവിടെ നോക്ക്, നീയും കണ്ടിട്ടുണ്ടാവില്ല, ഇവരും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? സർ പ്ലീസ് സർ. എന്താടാ ഇത്? ഇവരെന്തിനാ ഇവിടെ വന്നത്, എന്തിനാ അവിടെ ഇരിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വെയിറ്റ് ചെയ്യാണെന്ന് എനിക്ക് തോന്നുന്നത്. മാളവിക ബിസി ആയിരിക്കോടാ. എന്ത് ബിസി ആയിട്ടിരിക്കുന്നെന്ന് ദേ അങ്ങോട്ട് നോക്ക്. വന്ന ആരും അവളെ നല്ല ചീത്ത വിളിച്ചോണ്ടിരിക്കുക. വല്ല കടം കൊടുക്കാനുള്ള ആൾക്കാരായിരിക്കും. എടാ നിനക്കെന്താ വിവരമില്ലേ? നമ്മുടെ അമ്മയോട് ഉള്ളപ്പോ ഇവർക്ക് ആര് കടം കൊടുക്കാനടാ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അമ്മ വരേണ്ടത്. ഡാ എന്തിനാടാ എന്നെ വെറുതെ പേടിപ്പിക്കുന്നത്? അമ്മയുടെ കാര്യം ഒന്നും പറയല്ലേ, ശരിക്കും ചിലപ്പോ ഇങ്ങോട്ട് കയറി വരാൻ ഞാൻ. എടാ കടം ചോദിക്കാൻ വന്നെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ തന്നെ അമ്മ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഒരാഴ്ചക്കുള്ളിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, ഞങ്ങൾ അങ്ങോട്ട് അടച്ച പൈസ മാത്രമല്ല, ഒരു 30,000 കോമ്പൻസേഷൻ കൂടി തരേണ്ടി വരും. നീ ഇനി എന്ത് നോക്കിയേക്കുക? വെറുതെ പൈസ മേടിക്കുന്നുള്ളൂ, നല്ലൊരു ബന്ധം നോക്കി തരില്ലെന്നേ. പേരില് മാത്രം വലിയ മുന്തിയ മാട്രിമോണി ഓഫീസ്. ചുമ്മാ കുത്തിയിരിക്കുകയല്ല, ഒരു പണിയും ചെയ്യാതെ. ഇങ്ങനെയുള്ളവന്മാരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. എന്ത് ജാതി മനുഷ്യന്മാരെ ഇവര്, വെറുതെ പൈസ മേടിക്കാൻ. നിക്ക് എന്താ സമാധാനത്തില് നടക്ക്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജോലി ചെയ്യാൻ നോക്ക്. ഞങ്ങൾ അകത്തേക്ക് വന്നോട്ടെ. ഇപ്പഴാ ഒരു വലിയ തലവേദന ഒഴിവാക്കി എടുത്തെ. ഇനി നിങ്ങൾ എന്തിനാ വന്നേ? ഇരിക്കെ. ആ വഴി പോടാ, അതാണ് അവരോട് സംസാരിക്കുന്നത് കേൾക്കാം. ഓക്കെ ഓക്കെ. ഇവളെന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേന്നല്ല വിചാരിച്ച്? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം? നിന്റെ ചേച്ചിക്ക് ഞാനൊരു ആലോചന കൊണ്ടുവന്നപ്പോ അവൾ എന്താ ചെയ്തത്? അവളെ കാണാൻ വന്നവനോട് നിന്നെ കാട്ടിക്കൊടുത്ത് നിന്നെ കല്യാണം കഴിക്കാനല്ലേ പറഞ്ഞേ? അതുപോലെ തന്നെ വളരെ നല്ലൊരു ബന്ധം ഇപ്പൊ വന്നവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാ. എന്റെ തലയിലെഴുത്ത്. എന്നെ വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ട് പോയി അവര്. എന്തുമാത്രം ആഗ്രഹിച്ചിട്ടാന്നറിയോ ഇതുപോലൊരു മാട്രിമോണി ഓഫീസ് ഉണ്ടാക്കിയെടുത്തത്? പക്ഷെ ഇപ്പൊ ആണെങ്കി ഇതിന്റെ ഒന്നും ഒരാവശ്യവും എനിക്ക് ഉണ്ടായിരുന്നില്ലെന്ന് തോന്നിപ്പോവാ. സോറി, അന്ന് എന്റെ ചേച്ചി എടുത്തു ചാടിയും ബോധമില്ലാതെ അങ്ങനെ ചെയ്തതല്ല. ആക്ച്വലി ഞാൻ കല്യാണം കഴിക്കാതെ ചേച്ചിയുടെ കല്യാണം നടത്തി ആൺകുട്ടികളില്ലാത്ത എന്റെ അച്ഛനെയും അമ്മയും ജീവിതകാലം മുഴുവൻ നോക്കിയിട്ട് അവരുടെ കൂടെ തന്നെ ജീവിക്കണമെന്ന് വിചാരിച്ചു. ആ കാര്യം എങ്ങനെയോ ഇവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് മനഃപൂർവ്വം വരുന്ന ആലോചന മുഴുവൻ വേണ്ടെന്ന് വെച്ച് എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കി. ചേച്ചിക്ക് അങ്ങനെയൊന്നും അറിയില്ല, ഭയങ്കര പാവാണ്. ഈ ലോകത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ധൈര്യവും പ്രശ്നങ്ങളെ നേരിടാനുള്ള മനോബലവും ഒന്നും ചേച്ചിക്ക് ഒട്ടുമില്ല. എന്റെ ചേച്ചിക്ക് നല്ലൊരു ആലോചന നോക്കി കല്യാണം നടത്തണം. എന്താടാ എന്റെ ആളെ കുറിച്ച് എന്തോ പറയുന്ന പോലെയാണല്ലോ തോന്നുന്നത്. എന്താ പറയുന്നൊന്ന് കേക്കട്ടാ. അയ്യോ മതിയായേ. ഇതുവരെ ഞാൻ കൊണ്ടുവന്ന ആലോചനയൊക്കെ തന്നെ മതി. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചെല്ല്. എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല. അയ്യോ, നിങ്ങൾ ഞങ്ങള് ശരിക്കും തെറ്റിദ്ധരിച്ചതാ ചേച്ചി. ആ ആലോചന എന്തുകൊണ്ടാ ചേച്ചി വേണ്ടെന്ന് വെച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. അല്ലാതെ ഇപ്പൊ വീണ്ടും അവൾക്ക് ആലോചന വേണമെന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. പിന്നെന്തിനാ നിങ്ങൾ വന്നേ? ഞാനും ചേച്ചിയും ഇവിടെ ഒരു ജോലി കിട്ടുമെന്ന് അന്വേഷിക്കാനാണ് വന്നത്. എന്താ പറഞ്ഞേ? ജോലി ചെയ്യാനോ? അതെ, ഞങ്ങളുടെ ജീവിതത്തില് കല്യാണം ഒരു പ്രശ്നമായതുകൊണ്ട് കല്യാണാലോചന നോക്കുന്ന ഈ കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ആ എന്ത് ജോലിയാ നിങ്ങൾ ആഗ്രഹിക്കുന്നേ? ഓൾറെഡി ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് പോലും ശമ്പളം കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൽ നിന്നും അവരെല്ലാവരും വയറ് നിറയെ വാങ്ങിക്കുന്നുണ്ട്. ഈ ഓഫീസിന്റെ വാടകയും കമ്പനി എംപ്ലോയീസിന് മാസമുള്ള ശമ്പളവും എല്ലാം കൂടി ഇപ്പൊ തന്നെ എനിക്ക് പറ്റുന്നില്ല. ഈ കമ്പനി തുടങ്ങുന്നതിന് വേണ്ടി ഒരുത്തിയുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് ഞാൻ പണം കടമെടുത്തതാ. അതിന്റെ പലിശ കൊടുക്കാൻ പറ്റാതെ ഓരോ ദിവസം ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ രണ്ടുപേർക്ക് കൂടി ഞാനിവിടെ ജോലി തന്നിട്ട് മാസം ശമ്പളം തരാൻ എന്റെ കയ്യിൽ ഇല്ല. ദയവ് ചെയ്ത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കും. ചേച്ചി ഞങ്ങൾക്ക് ശമ്പളം ഒന്നും തരണ്ട. എന്താടാ ഇത്? ശമ്പളം പോലും വേണ്ടാതെ ഇവിടെ ജോലിക്ക് വന്നേക്കോണം അവര്. വല്ല പ്രാന്താ? എന്താ പറഞ്ഞേ? ശമ്പളം വാങ്ങാതെ എന്റെ അടുത്ത് ജോലി ചെയ്യാന്നോ?
നിങ്ങൾ എന്താ ആലോചിച്ചിട്ട് ഇവിടേക്ക് വന്നേ? നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ വന്നത്. ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാ ഈ കമ്പനി ഉറപ്പായും ലാഭത്തിലാവും. ഒരുപാട് വരുമാനം നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾക്ക് ശമ്പളം വേണ്ട. നിങ്ങൾ സമ്പാദിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഞങ്ങൾ വർക്കിംഗ് പാർട്ട്നേഴ്സ് ആയിട്ട് കരുതിയാൽ മതി. ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക്, ഞങ്ങളുടെ ഐഡിയാസിന് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഇത്ര പെർസെന്റേജ് വെച്ചിട്ട് ഞങ്ങൾക്ക് തന്നാ മതി. അത് എത്രയാന്ന് പോലും ഞങ്ങൾക്ക് യാതൊരു ഡിമാൻഡും ഇല്ല. നിങ്ങളുടെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന എത്രയാണോ അത്ര മാത്രം മതി ഞങ്ങൾക്ക്. നിങ്ങള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ എത്ര കമ്മീഷൻ കിട്ടുമെന്ന് നിങ്ങൾക്കറിയോ? അവര് തരുന്ന തുച്ഛമായ ഫീസ് വെച്ചിട്ട് അവർക്കൊരു ആലോചന നടക്കാൻ വേണ്ടി ഒരുപാട് എൻക്വയറി ചെയ്തിട്ട് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അതൊരു കല്യാണത്തിലേക്ക് എത്തി വരുമ്പോഴേക്കും അവര് തന്നിട്ടുള്ള ഫീസിന്റെ പകുതി മുക്കാലും തീർന്നിട്ടുണ്ടാവും. ബാക്കിയുള്ള ഒരു 20% വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റാതെ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും നടക്കും. നിങ്ങള് വെറുതെ ആലോചന നോക്കു മാത്രാണ് ഇത്രയും നാള് ചെയ്തേ. പക്ഷെ എന്റെ ഐഡിയ എന്താന്ന് വെച്ചാ, ഒരു പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഒരു ആണിന്റെ അച്ഛനും അമ്മയ്ക്കും കല്യാണം നടത്താന്നൊക്കെ പറഞ്ഞാ അത് വലിയൊരു യുദ്ധം ചെയ്യുന്ന പോലെയാണ്. അതില് എത്രയോ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതെല്ലാം ആലോചിച്ച് നല്ലൊരു ഐഡിയ ആയിട്ടാ ഞാൻ വന്നേ. ഇപ്പോ അവർക്ക് എല്ലാവർക്കും കല്യാണ ആലോചന നോക്കുന്നത് മുതല് ആ ആലോചന സമ്മതിച്ചു കഴിഞ്ഞാ അവരുടെ സ്ത്രീധന കാര്യങ്ങളെല്ലാം, അവരെങ്ങനെയാണ് ഒരു കല്യാണം നടത്താൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് കല്യാണത്തിന് ആവശ്യമായി വാങ്ങേണ്ട സാധനങ്ങൾ, അവരുടെ നിശ്ചയം, കല്യാണം കഴിഞ്ഞുള്ള റിസപ്ഷൻ തുടങ്ങി ചെറുക്കനെയും പെണ്ണിനെയും ഭർത്താവിന്റെ വീട്ടിലേക്ക് അയച്ച ശേഷം പോകുന്ന വീട്ടിൽ അവർ കാലെടുത്ത് വെക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഡീൽ ചെയ്ത് കൊടുക്കും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. അതായത് ഒരു ചെറുക്കനും പെണ്ണിനും പെണ്ണ് കാണുന്നതിൽ നിന്ന് ആരംഭിച്ച് ആ കുട്ടി ഭർത്താവിന്റെ വീട്ടിൽ എത്തുന്നത് വരെയുള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ തന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യണം. അതെല്ലാം അത്രയ്ക്ക് ഈസിയാണെന്ന് വിചാരിക്കണ്ട. അങ്ങനെ ഈസി ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അത് പോസിബിൾ ആണല്ലോ. നമ്മളെല്ലാവരും വരുന്ന ആലോചന ഓക്കെ ആയി കഴിഞ്ഞാ നമ്മുടെ സംസാര രീതി കൊണ്ട്, നമ്മുടെ കഴിവുകൾ കൊണ്ടും വരുന്ന ആളുകളെ കൺവിൻസ് ചെയ്യണം. കല്യാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും കോൺട്രാക്ട് നമ്മൾ തന്നെ തയ്യാറാക്കി ഒരു ഇവന്റ് മാനേജറിനെ പോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ വരുമാനം ഉണ്ടാക്കാൻ ഇതില് നല്ലൊരു വഴി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, നിന്റെ ഏട്ടത്തിക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് എനിക്കിതുവരെ അറിയില്ലായിരുന്നു. അതേടാ, നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ട് നല്ല ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും ചെയ്യാൻ കഴിയും. ഒരേ ഒരു ചാൻസ് തന്നു നോക്ക്. ഞാൻ തന്നെ നടത്തിക്കോളാം. എന്റെ ഐഡിയാസ് പ്രകാരമുള്ള കാര്യങ്ങള് നമ്മുടെ സ്റ്റാഫ്സിനെ എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കാം. അവർക്ക് പോലും നമുക്ക് ഹൈക്ക് കൊടുക്കാൻ കഴിയും. അപ്പൊ കുറച്ചുകൂടി നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റും. വെറുതെ ഒരു ആലോചനയ്ക്ക് വേണ്ടി മാത്രം വരുന്ന ആളെ കൊണ്ട് നമ്മൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കഴിഞ്ഞാ ഓരോരുത്തരുടെ അടുത്തു നിന്നും ഏകദേശം 10-12 ഇവന്റുകളെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. ഒരു 2 കല്യാണമെങ്കിലും നമ്മൾ കറക്റ്റായി ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കായി ആ കല്യാണത്തിന് വരുന്ന ആളുകള് ചിലപ്പോ ഒരു 100-1000 പേരോ വേറൊരു 1000 പേരോട് പറയുമല്ലോ. ആ ഒരു പബ്ലിസിറ്റി മാത്രം പോരെ, അത് നമ്മളെ നല്ലൊരു പൊസിഷനിൽ എന്തായാലും എത്തിക്കും. അവര് പറയുന്ന നല്ല കാര്യങ്ങളായിരിക്കും നമുക്ക് ഗുണമായി വരിക. ശരി ഗീത, സത്യം പറയുകയാണെങ്കിൽ ഞാനെല്ലാം പൂട്ടിക്കെട്ടേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. മാസം മാസം പലിശ കൊടുക്കാനും പറ്റുന്നില്ല, ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാനും പറ്റുന്നില്ല. ഇങ്ങനെയുള്ളൊരു സമയത്ത് ഇങ്ങനത്തെ റിസ്ക് ഒക്കെ എടുക്കേണ്ടതാ. അല്ലാതെ വേറെ വഴിയൊന്നും എനിക്കില്ല. നിന്നെ വിശ്വസിച്ചിട്ട് ഓക്കെ പറയാ. അവസാന നിമിഷത്തില് ദൈവം എന്നെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാവും നിങ്ങളെ ഇപ്പോ എന്റെ മുന്നിലേക്ക് എത്തിച്ചത്. നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യാം. ഉടനെ തന്നെ എഗ്രിമെന്റിനുള്ള ഏർപ്പാടും ചെയ്തേക്കും. ആദ്യം ഞാൻ നിങ്ങൾക്ക് 10% കമ്മീഷൻ തരാം. കമ്പനി നിങ്ങൾ പറയുന്നത് പോലെ മുകളിലേക്ക് വരികയാണെങ്കിൽ ആ പെർസെന്റേജ് ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരാം. എന്നാ പിന്നെ ഇത് ഞാൻ ഇപ്പൊ തന്നെ എഗ്രിമെന്റിൽ എഴുതിയേക്കാം. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. എന്നെ വെറുതെ നിങ്ങള് മാഡം എന്നൊന്നും വിളിക്കാൻ നിൽക്കണ്ട. നേരത്തെ എന്നെ വിളിച്ച പോലെ വിളിച്ചാ മതി. അല്ലെങ്കിൽ ചേച്ചിന്ന് വിളിച്ചോ? ഓക്കെ ചേച്ചി. താങ്ക്സ് ചേച്ചി.
ഞാനല്ലേ നിങ്ങളോട് താങ്ക്സ് പറയണ്ടേ. ഇത്രയും നേരം ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ വന്നപ്പോ എനിക്ക് കുറച്ച് ധൈര്യം കിട്ടി. മനസ്സൊന്ന് ശാന്തമായത് ഇപ്പോഴാ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇപ്പൊ തന്നെ എഗ്രിമെന്റ് റെഡിയാക്കാം. രമണ, നീ ഒന്ന് ക്യാബിന്റെ അകത്തേക്ക് വാ. ഹലോ, രണ്ടുപേരും എന്ത് ചെയ്യാ? ഒന്നുമില്ലല്ലോ, മാഡത്തോട് സംസാരിക്കാൻ വന്നതാ. ആ, സംസാരിക്കണമെങ്കിൽ പിന്നെ ഇവിടെ ഒളിഞ്ഞു നോക്കണ എന്തിനാ? പോയി അവിടെ വെയിറ്റ് ചെയ്യാൻ നോക്ക്. ഓക്കെ, വാടാ പോയി വെയിറ്റ് ചെയ്യാം. നല്ല തണുപ്പുള്ള AC. ഓക്കെ ബോസ്. മാം, വാ രമണ. രമണ, ഞാൻ പറയുന്നത് പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എഗ്രിമെന്റ് ടൈപ്പ് ചെയ്യണം. ഓക്കെ മാം. ഇവരുടെ പേരിൽ എഗ്രിമെന്റ് ടൈപ്പ് ചെയ്യേണ്ടത്. ശരി മാം. ഇതാ മാം. ഓക്കെ അല്ലേ? അല്ല ചേട്ടാ, ഈ ഐഡിയ നമുക്ക് ശരിക്കും ലാഭമാണല്ലേ? 100% ലാഭമല്ലേ പെങ്ങളെ? അത് മാത്രമല്ല, പെങ്ങള് തൊട്ട് കഴിഞ്ഞാലേ പച്ചവെള്ളം കൂടെ പെട്രോളായിട്ട് മാറും. ശരിക്കു പറഞ്ഞാല് എന്റെ പെങ്ങള് എല്ലാ കാര്യത്തിലും ലക്ഷ്മി ദേവി പോലെയല്ലേ? എടാ, മര്യാദക്ക് മിണ്ടാതിരുന്നോ. എന്റെ മോളെ കണ്ണുവച്ചാലുണ്ടല്ലോ. ഇത് കണ്ണുവയ്ക്കലൊന്നല്ലമ്മേ, ഉള്ള കാര്യം പറഞ്ഞതാ ഞാൻ. എന്താണെങ്കിലും അങ്ങനെ ഒന്നും പറയണ്ട. കണ്ണു കിട്ടിയാലേ മാറ്റിയെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എല്ലാവരുടെയും ദൃഷ്ടിദോഷം ഉള്ളതാ നമുക്കൊക്കെ. നമ്മൾ ഇനിയും ഒരുപാട് ഉയരേണ്ടതാ. ഇനി അങ്ങോട്ട് നമ്മുടെ ടൈമാന്നേ, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട. പിന്നെ പെങ്ങളെ, നമ്മൾ ഓരോ ഐഡിയൊക്കെ പ്ലാൻ ചെയ്ത് ഇറങ്ങി തിരിച്ചേക്കുവാ. ആദ്യമേ തന്നെ ആ മാളവിക ഓഫീസിലുണ്ടെന്നുള്ള കാര്യം അറിയണം. അവള് ഓഫീസിലല്ലാതെ വേറെ എവിടെ പോവാനാടാ? ചേട്ടൻ പറയുന്നത് ശരിയാമേ. അവള് കല്യാണാലോചനകളായിട്ട് ആരെങ്കിലുമൊക്കെ കാണാൻ പോയിരിക്കും. പിന്നെ ഓരോ വീട്ടിലും കയറി അവിടുത്തെ വിശേഷങ്ങൾ അറിയണ്ടേ? അങ്ങനെയാ ബിസിനസ് നടത്തുന്നത്. എന്തായാലും അവളെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. ഓഫീസിലാണോന്ന് അറിയാം നമുക്ക്. അപ്പ, എന്റെ ദൈവമേ, ഈ രണ്ട് മാത്രം അമ്മയ്ക്ക് ഞെങ്ങത്ത് പോലുമില്ല. ഇനിയെങ്കിലും നിനക്ക് ആ ഫോണൊന്ന് മാറ്റിക്കൂടെ? ദേ നോക്ക്, ഇഷ്ടത്തിനനുസരിച്ച് കാശ് ചെലവാക്കിയാലേ പിന്നെ 5 പൈസ കാണില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? അമ്മ വെറുതെ ഇരുന്നാ മതി. അയ്യോ, സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു കോള്. എന്നെ ഇവരിപ്പോ എന്തിനാണാവോ വിളിക്കുന്നത്? ഒരു മിനിറ്റ്. ഹലോ, കനകരത്ന ചേച്ചി. ഞാൻ ഇപ്പോ ചേച്ചിയെ പറ്റി ആലോചിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ചേച്ചി വിളിച്ചു. ഓ, നിനക്ക് ഓർമ്മയുണ്ടല്ലേ? അത് നല്ല കാര്യം. ഞാനും നിന്നെ കുറിച്ച് ഓർമ്മിച്ചോണ്ടിരിക്കുവായിരുന്നു. പറയേ ചേച്ചി, ഗോവിന്ദന്റെ ആലോചനയെ പറ്റി പറയാനല്ലേ? ഞാൻ നോക്കുന്നുണ്ട്. നല്ല ആലോചന ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ആലോചനയൊക്കെ നീ പിന്നെ കൊണ്ടുവന്നാ മതി. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. നീ എവിടെയുള്ളത്? ഞാനിവിടെ ഓഫീസിൽ തന്നെ ഉണ്ട് ചേച്ചി. കുറച്ച് പണിയില്ല. ഓ, അങ്ങനെയാണോ? ഞാൻ ദേ നിന്റെ ഓഫീസിലോട്ട് വന്നോണ്ടിരിക്കുവാ. അവിടെ തന്നെ നിൽക്ക്.
അയ്യോ, ഇവരെന്തിനാ ഇപ്പൊ ഓഫീസിലേക്ക് വരുന്നു? ചേച്ചി, ഞാനിപ്പോ ജോലിയുടെ ആവശ്യമായിട്ട് ഒരു യാത്രയില്ല. നിങ്ങൾ വരുമ്പോ ഞാൻ ഉണ്ടാവില്ല. ഓൾറെഡി ഞാൻ ഇവിടുന്ന് പോയി ചേച്ചി. എങ്ങോട്ടാടി പോകുന്നേ? അവിടെ നിക്ക്. ഞാനിപ്പോ വരൂന്ന് പറഞ്ഞില്ലേ? ചേച്ചി, എനിക്ക് കുറച്ച് അർജന്റ് പണിയുണ്ട്. അതിലും അർജന്റ് ആയിട്ടുള്ളൊരു കാര്യത്തിനാ ഞാൻ വരുന്നത്. നീ അവിടെ തന്നെ നിക്ക്, ഇപ്പൊ വരാം. ഇവിടെ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. അവര് കാല് കുത്തുന്ന സ്ഥലവും അവരുണ്ടാകുന്ന സ്ഥലത്തൊക്കെ മനുഷ്യന് മനസമാധാനം കിട്ടിയില്ല. അവരിപ്പോ എന്തിനാ ഓഫീസിലേക്ക് വരുന്നേ? എന്റെ ദൈവമേ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കിക്കോണേ. കൺഗ്രാറ്റുലേഷൻസ് മാം. താങ്ക്സ് ചേട്ടാ. ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേർക്കും വർക്ക് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക്സ്. ഇതാ ഇവിടെ തൽക്കാലം ഇവിടെ ഇരിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ ക്യാബിൻ റെഡിയാക്കി തരാം. ശരി. എന്നാ ചെല്ലേ.